ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി മോരുകറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ മോരുകറി അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമ്മുടെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ, ചേമ്പ്, പച്ചമുളക്, അതുപോലെ തന്നെ നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്ക് നമുക്ക് തൈര് അല്ലെങ്കിൽ മോര് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ തൈരാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു നിറമാറ്റത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും പാകത്തിന് ചേർത്തിട്ട് ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജീരകമൊക്കെ ഇട്ടിട്ട് നാളികേരം അരച്ചെടുത്തു. ഇനി കഷ്ണം വെന്തതിന് ശേഷം അതിലേക്ക് തൈര് അല്ലെങ്കിൽ മോര് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷമാണ് ആ തൈര് ഒഴിച്ചിട്ടുള്ളത്. അതാണ് കേട്ടോ ഇങ്ങനെ ലൂസായിട്ട് കാണുന്നത്. മോര് കൂട്ടാനിലേക്കുള്ള കഷ്ണങ്ങൾ നമുക്കൊരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് അത് നന്നായി തിളച്ച് കഷ്ണങ്ങളോടൊപ്പം ചേർന്നതിന് ശേഷം അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ നാളികേരവും തൈരും എല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് അരച്ചാലും മതി. അപ്പോൾ ഇവിടെ പൊടിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തു. ഈ കുരുമുളക് പൊടി ഇടുന്നത് മോരുകറിയിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നീട് ഇനി അത് വറവിടാൻ പോവുകയാണ്. അതിനായിട്ടൊരു കുഞ്ഞു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉണക്കമുളകും കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് വറവിടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇട്ടിട്ടാണ് വറവിടുന്നത്. അങ്ങനെ നമ്മുടെ മോരുകറിയിലേക്ക് വറവ് ഒഴിച്ചു കൊടുത്തു. ഇപ്പം തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല സൂപ്പർ മോരുകറിയാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ മോരുകറി. അപ്പം ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ എങ്ങനെയുണ്ട്. സൂപ്പർ. പുളി സ്വല്പം പുളി ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.